നാലാം വാർഷിക ദിനത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന പദ്ധതികൾ പൂർത്തിയാക്കി LDF സർക്കാർ നടപ്പാക്കിയത് നവകേരളത്തിലേക്കുള്ള വഴികളെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സർക്കാരിനെ കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് വിമർശിച്ചിരുന്നവർ ഇപ്പോൾ നിശബ്ദരായെന്നും വെള്ളിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷ സമാപനത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസന വാർഷികത്തിലും കേന്ദ്രത്തിനെതിരായ വിമർശനത്തും മുഖ്യമന്ത്രി ആവർത്തിച്ചു. മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൂർത്തിയാക്കിയും അസാധ്യമെന്ന് കരുതിയവ നടപ്പിലാക്കിയും രണ്ടാം പിണറായി സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ മധുരം പങ്കുവച്ചത്. വിഴിഞ്ഞം ദേശീയപാതാ വികസനം, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഗെയിൽ പട്ടയ വിതരണം, പുതുവൈപ്പിൻ LPG ടെർമിനൽ, കെ-ഫോൺ തുടങ്ങി സർക്കാരിന്റെ നേട്ടങ്ങൾ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. PSC നിയമനങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ, നീതി ആയോഗിന്റെ റാങ്കിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ സർക്കാരിനെതിരായ വിമർശനങ്ങൾക്ക് കണക്ക് നിരത്തിയുള്ള മറുപടി. വികസന നേട്ടങ്ങൾ വ്യക്തമാക്കുന്നതിനിടെ വിവാദങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മറുപടി. ED ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയ കേസിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേരയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്നും ഇവിടെയുള്ള ചിലരാണ് പദ്ധതി മുടക്കിയതെന്നും അഭിപ്രായപ്പെട്ടു. ദേശീയപാതയിൽ വിള്ളലുണ്ടായ വിഷയം പരിശോധിക്കുമെന്ന് അറിയിച്ച മുഖ്യമന്ത്രി സർക്കാരിന്റെ നാലാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.